നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. യുഎയിലെ കോർഫക്കാനിലുണ്ടായ വാഹനാപകടത്തിൽ പിതാവും 7 വയസ്സ് പ്രായമുള്ള കുഞ്ഞും മരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. എമിറാത്തി സ്വദേശികളാണ് മരിച്ചത്. പിതാവ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണത്തിന് കീഴടങ്ങി. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മകൻ ഒരു ദിവസത്തിനു ശേഷം ഇന്നാണ് മരിച്ചത്. ഖത്തറിൽ ഓൺലൈൻ വഴി പുതിയ പൊതുലേലം പ്രഖ്യാപിച്ച കസ്റ്റംസ് ജനറൽ അതോറിറ്റി. വാഹനങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വീട്ടുപകരണങ്ങൾ, സ്പോർട്സ് ഉപകരണങ്ങൾ, പുരാതന വസ്തുക്കൾ, കണ്ടെയ്നറുകൾ എന്നിവയുൾപ്പെടെ 160-ലധികം വൈവിധ്യമാർന്ന ഇനങ്ങളുള്ള ലേലത്തിൽ പങ്കെടുക്കാൻ പൊതുജനങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 14, 15 തീയതികളിലാണ് ലേലം നടക്കുക. പ്രവാസി മലയാളിയെ ബഹ്റൈനിൽ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി അമൽ പുലക്കുന്നതിനെയാണ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബഹ്റൈനിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം സൽമാനി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നടപടിക്രമങ്ങൾ ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. സൗദി അറേബ്യയിൽ ഇനി മുതൽ ഏത് വിസ ഉള്ളവർക്കും ഉംറ നിർവഹിക്കാൻ അനുമതി. രാജ്യത്തിന്റെ വിഷൻ 2030 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് സുപ്രധാന തീരുമാനം. തീർത്ഥാടകർക്ക് ഉംറ അനുമതികൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി നസൂഖ് എന്ന പേരിൽ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾക്കായി സൗദി അറേബ്യയിലെത്തുന്ന വിനോദസഞ്ചാരികൾ, ബിസിനസ് ആവശ്യക്കാർ, ജോലി ചെയ്യുന്നവർ തുടങ്ങിയ എല്ലാവർക്കും ഇനി ഉംറ നിർവഹിക്കാൻ അവസരം ലഭിക്കും. 1 ദിർഹത്തിന് 10 കിലോ അധിക ബാഗേജ് അലവൻസ് പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും സമാനമായ നിരക്കിൽ ആനുകൂല്യം ലഭ്യമായിരിക്കും. നവംബർ 30 വരെയുള്ള യാത്രയ്ക്ക് ഈ മാസം 31 വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ഇത് പ്രയോജനപ്പെടുത്താനാകും. ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ആനുകൂല്യം തിരഞ്ഞെടുക്കണം. ടിക്കറ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അധിക ബാഗേജിന് അവസരം ഉണ്ടാകില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. യുഎയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച അൾട്രാ ലോ കോസ്റ്റ് കാരിയറായ വിസ് എയർ മാസങ്ങൾക്ക് ശേഷം അബുദാബിയിലേക്ക് സർവീസ് പുനരാരംഭിക്കുന്നു. അടുത്ത മാസം മുതൽ വിമാനങ്ങൾ പറന്നുവരും. കുറഞ്ഞ നിരക്കിലുള്ള വിമാന ടിക്കറ്റുകളുടെ ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വിസ് എയറിന്റെ വെബ്സൈറ്റിലെ വിവരങ്ങൾ അനുസരിച്ച് നവംബർ 20 പോളണ്ടിലെ കാറ്റോവിസ്, ക്രാക്കോവ് എന്നിവിടങ്ങളിൽ നിന്ന് യുഎഇ തലസ്ഥാനത്തേക്കുള്ള ആദ്യ വിമാനങ്ങൾ പറക്കും. അബുദാബിയിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് പുലർച്ചെ കനത്ത മൂടൽമഞ്ഞാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ സാഹചര്യത്തിൽ അബുദാബി പോലീസ് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിലായി യുഎഇയിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മൂടൽമഞ്ഞാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷത്തെ ദുബായ് എയർ ഷോയിൽ ഇസ്രായേലിൽ നിന്നുള്ള കമ്പനികൾ പങ്കെടുക്കില്ല. ഇത് സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചതായി സംഘാടകർ വ്യക്തമാക്കി. ഈ വർഷം നവംബർ 17 മുതൽ 21 വരെ ദുബായ് വേൾഡ് സെന്ററിലാണ് ലോകത്തിലെ വിവിധ കമ്പനികളുടെ നേതൃത്വത്തിൽ വ്യോമയാന പ്രദർശനം നടക്കുന്നത്. ഇതിൽ നിന്നാണ് ഇസ്രായേൽ കമ്പനികളുടെ പിന്മാറ്റം. അവധിക്ക് ശേഷം തിരികെ എത്തിയ പ്രവാസി മലയാളി യുവാവ് രോഗബാധിതനായി ജിദ്ദയിൽ മരിച്ചു. മലപ്പുറം പെരിന്തൽമണ്ണ ഏലംകുളം കുന്നക്കാവ് സ്വദേശി ചെമ്മാട്ടപ്പടിയിൽ മാണിക്യൻതൊടി മുഹമ്മദ് അലി മൻസൂറാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. ഒരാഴ്ച മുൻപ് നാട്ടിൽ നിന്നും അവധി കഴിഞ്ഞ് മടങ്ങിയെത്തിയതിന് പിന്നാലെ ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്നു. 5 വർഷമായി പ്രവാസിയായ മൻസൂർ ജിദ്ദ ഹൈ അൽ നസീമിൽ സ്വദേശിയുടെ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. അറബിക്കടലിൽ രൂപപ്പെട്ട ശക്തി എന്ന ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് യുഎഇയെ കാര്യമായി ബാധിക്കില്ലെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥിരീകരിച്ചു. നിലവിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റ് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഗണ്യമായി ദുർബലമാകുമെന്നും തുടർന്ന് ഒരു ഉഷ്ണമേഖലാ ന്യൂനമർദ്ദമായി മാറിയേക്കുമെന്നും NCM അറിയിച്ചു. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.